കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമുള്ള നാമത്തിൽ ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ മാന്യരായ ദൈവവചന ശ്രോതാക്കൾക്കും HTCയുടെ പിൻപിൽ അത്യുദ്ധാനം ചെയ്യുന്ന കർത്തൃദാസന്മാർ എല്ലാവർക്കുമുള്ള ക്രിസ്തീയ പ്രഭാതവന്ദനങ്ങൾ അറിയിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളം സഹായിക്കുമാറാകട്ടെ. വളരെ പെട്ടെന്ന് നമുക്ക് തിരുവെഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. 1 പത്രോസിൻ്റെ ലേഖനം 5-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലേക്ക് നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയെ സ്വാഗതം ചെയ്യുന്നു. ബൈബിളുള്ള എല്ലാവരും നിശ്ചയമായും ബൈബിൾ നോക്കുക. അതല്ല, നിങ്ങൾക്ക് മറ്റ് ഡിവൈസുകളിൽ ദൈവവചനം വായിക്കാൻ കഴിയുന്നെങ്കിൽ നിശ്ചയമായും അത് ശ്രദ്ധിക്കുവാൻ പ്രത്യേകം ഓർപ്പിക്കുന്നു. മുഖം വ്യക്തമാക്കാൻ കഴിയുന്നവരൊക്കെ അതും ചെയ്യേണ്ടതാണ് എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. 1 പത്രോസിൻ്റെ ലേഖനം 5-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ ദൈവവചന ധ്യാനത്തിനായി നമ്മൾ ശ്രദ്ധിക്കുന്നത്. നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടുന്നു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആ വക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പിൻ. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തൻ്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ബലം എന്നേക്കും അവനുള്ളത്. ആമേൻ. പത്രോസിൻ്റെ 1-ാം ലേഖനം തുടങ്ങുമ്പോൾ തന്നെ ഇതാർക്കാണ് എഴുതിയിരിക്കുന്നതെന്ന് പത്രോസ് വ്യക്തമാക്കുന്നുണ്ട്. 5 സ്ഥലങ്ങളുടെ പേര് പത്രോസ് പ്രാരംഭത്തിൽ തന്നെ പറയുന്നുണ്ട്. പൊന്തോസ്, ഗലാത്യ, കപ്പദോക്യ, ആസിയ, ബിഥുന്യ, ഈ 5 സ്ഥലങ്ങളിലുള്ള ചിതറിപ്പാർക്കുന്ന വിശ്വാസികൾക്ക് വേണ്ടിയാണ് പത്രോസ് തൻ്റെ 1-ാം ലേഖനം എഴുതുന്നത്. ഈ വിശ്വാസികളെ സംബന്ധിച്ച് അവർ ചിതറിപ്പാർക്കുന്നവരാണെന്ന് മാത്രമല്ല, അവർ പരദേശികളാണ്. കൂടാതെ ഈ ലേഖനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അവരനേക കഷ്ടങ്ങളിലൂടെ അവർ കടന്നു പോകുന്നവരാണ്. അതുകൊണ്ട് തന്നെ ചിതറിപ്പാർക്കുന്നവരായതുകൊണ്ടും പരദേശികളായതുകൊണ്ടും അനേക കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നവരായതുകൊണ്ടും അവർക്ക് ചില നിർദ്ദേശങ്ങളും പ്രോത്സാഹനങ്ങളുമൊക്കെ അത്യാവശ്യമാണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് പത്രോസ് തൻ്റെ 1-ാം ലേഖനം അവർക്കു വേണ്ടി അവരുടെ പ്രത്യാശയ്ക്കും പ്രോത്സാഹനത്തിനും നിർദ്ദേശത്തിനുമായി എഴുതുന്നത്. ഈ ലേഖനത്തിൻ്റെ ആരംഭ ഭാഗങ്ങളിൽ തന്നെ പത്രോസ് വിശ്വാസികൾക്ക് വേണ്ടി ദൈവം കൊടുത്തിരിക്കുന്ന ആത്മരക്ഷയെക്കുറിച്ചാണ് ഈ ലേഖനത്തിൻ്റെ ആരംഭ ഭാഗങ്ങളിൽ വ്യക്തമായി പറയുന്നു. അതിനുശേഷം കുറച്ചുകൂടെ മുൻപോട്ട് വരുമ്പോൾ ഓരോ വിശ്വാസികൾക്കും അവർ പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി പത്രോസ് രേഖപ്പെടുത്തുന്നു. വീണ്ടും താൻ മുൻപോട്ട് പോകുമ്പോൾ വിശ്വാസികൾക്ക് ഉണ്ടാകുന്ന കഷ്ടതയെക്കുറിച്ചും അതിൻ്റെ പിൻപിലുള്ള ദൈവിക പദ്ധതികളെക്കുറിച്ചുമൊക്കെ പത്രോസ് വളരെ വ്യക്തമാക്കുന്നു. അതിനുശേഷം ഓരോ വിശ്വാസികളും ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന ശുശ്രൂഷയിൽ പാലിക്കേണ്ട വിശ്വസ്തതയെക്കുറിച്ചുമൊക്കെ പത്രോസ്ലീഹ വളരെ വ്യക്തമാക്കുന്നു. ഏറ്റവും അവസാനമായി തൻ്റെ ലേഖനം ഉപസംഹരിക്കുന്ന സമയമെത്തിയപ്പോൾ ആ ലേഖനത്തിൻ്റെ ഉപസംഹാരത്തിനു വേണ്ടി താൻ ഉപയോഗിച്ചിരിക്കുന്ന ചില തിരുവചന ഭാഗങ്ങളാണ് നമ്മൾ ഇന്നത്തെ ചിന്തയ്ക്കായി വായിച്ച 5-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 11 വരെയുള്ള വേദവാക്യങ്ങൾ.
ഞാൻ ഈ ഉപസംഹാര ഭാഗം നമ്മൾ വായിച്ച ഈ ഭാഗം ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചപ്പം അവിടെ ഈ വിശ്വാസികൾക്ക് ലഭിച്ച അനുഗ്രഹിതമായിട്ടുള്ള ഒരു വിളിയെക്കുറിച്ച് പത്രോസ്ലീഹ അവിടെ പരാമർശിക്കുന്നുണ്ട്. നിങ്ങൾ 10-ാം വാക്യം ശ്രദ്ധിച്ചാൽ വളരെ വ്യക്തമായി വിശ്വാസികൾക്ക് ലഭിച്ച അനുഗ്രഹിതമായ വിളിയെക്കുറിച്ച് അവിടെ പരാമർശിക്കുന്നുണ്ട്. നിത്യ തേജസ്സിനായി നിങ്ങളെ വിളിച്ചിരിക്കുന്നു എന്നാണ് പത്രോസ് അവിടെ വ്യക്തമാക്കുന്നത്. നിത്യ തേജസ്സിനായി അവരെ വിളിച്ചിരിക്കുന്നു. സ്തോത്രം. നിങ്ങൾ പത്രോസിൻ്റെ ലേഖനം മാത്രമല്ല പൗലോസിൻ്റെ ലേഖനങ്ങളുമൊക്കെ ഒന്ന് പരിശോധിച്ചാൽ ഈ വിളിയുമായി ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ്ലീഹ കൊരിന്ത്യ വിശ്വാസികളോട് പറയുന്നത് നിങ്ങളുടെ വിളിയെ നിങ്ങൾ നോക്കുവീൻ എന്നാണ് പറയുന്നത്. എഫെസ്യ ലേഖനത്തിൽ വരുമ്പോൾ 1-ാം അധ്യായത്തിൽ എഫെസോസിലെ വിശ്വാസികളോട് പൗലോസ് പറയുന്നത് നിങ്ങളുടെ വിളി ഇന്നതെന്ന് നിങ്ങൾ അറിയണം. അതിനുവേണ്ടി അവരുടെ കണ്ണ് തുറക്കുവാൻ വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. ഇനി എഫെസ്യ ലേഖനം തന്നെ 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആ വിളി എന്ന് പറയുന്നത് ഒന്നാണ് എന്ന് വളരെ വ്യക്തമാകുന്നു. ആ വിളിയിലെ പ്രത്യാശ ഒന്നാണ്, അല്ലെങ്കിൽ ആ വിളി ഒന്നാണ് എന്ന് വ്യക്തമാക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. എന്താണ് ആ വിളിയിലെ ഏക പ്രത്യാശ? എന്താണ് ആ വിളിയിലെ ഏക ലക്ഷ്യം? അത് മറ്റൊന്നുമല്ല, നിത്യ തേജസ്സിനായി നാം വിളിക്കപ്പെട്ടവരാകുന്നു എന്നുള്ളതാണ്. സ്തോത്രം. പ്രിയരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആകെ തുക ഇങ്ങനെ ജനിച്ച് എന്തെങ്കിലുമൊക്കെ കഴിച്ച് ജീവിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതല്ല. നമ്മെ ദൈവം വിളിച്ചിരിക്കുന്നത് ഒരു നിത്യ തേജസ്സിനായിട്ടുള്ള വിളിയാണ്. സ്തോത്രം. ആ നിത്യ തേജസ്സിനായിട്ടുള്ള വിളിയിലേക്കുള്ള അതിൻ്റെ പൂർത്തീകരണത്തിലേക്കുള്ള ഒരു യാത്രയിലാണ് ഓരോ വിശ്വാസികളുമായിരിക്കുന്നത്. നമ്മളിതൊക്കെ നമ്മുടെ ലൈഫിലെ പ്രാരാബ്ദങ്ങളും ആയിരക്കണക്കിന് വിഷയങ്ങളൊക്കെ ഉള്ളത് ഇതൊക്കെ അങ്ങ് മറന്നു പോയിട്ട് നമ്മൾ വേറെ എന്തിനൊക്കെയോ വേണ്ടി ജീവിക്കുകയാണ്. സ്തോത്രം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, നിങ്ങളെ ദൈവം വിളിച്ചത് നിങ്ങൾക്കൊരു നിത്യ തേജസ് തരാൻ വേണ്ടിയാണ്. ആ നിത്യ തേജസ്സിൻ്റെ വിളിയാണ് നിങ്ങളുടെ മേൽ കിടക്കുന്നത്. ആ നിത്യ തേജസ്സിലേക്കുള്ള യാത്രയിലാണിപ്പോൾ നാം ഓരോരുത്തരുമായിരിക്കുന്നത്. സ്തോത്രം. ഇത് പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ പെട്ടെന്ന് കയറി വരുന്ന ഒരു ഓർമ്മ, റോമാലേഖനം 3-ാം അധ്യായം 23-ാം വാക്യത്തിൽ പൗലോസ് വളരെ വ്യക്തമായി പറയുന്നു, എല്ലാവരും ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു എന്ന് പറയുന്ന രംഗമാണ് എൻ്റെ ഓർമ്മയിൽ വരുന്നത്. എല്ലാ മനുഷ്യരും ദൈവ തേജസ് നഷ്ടപ്പെടുത്തി ദൈവ തേജസ് ഇല്ലാതായി തീർന്ന ഒരു രംഗം പൗലോസ് അവിടെ വളരെ വ്യക്തമാക്കുന്നു. സ്തോത്രം. കൂടാതെ എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ വ്യക്തമാക്കുന്നു, അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നയിക്കുന്ന ആ രംഗം വീണ്ടും പൗലോസ് അവിടെ വ്യക്തമാക്കുകയാണ്. ദൈവത്തിൻ്റെ കൃപയാൽ നമുക്കും ആ സംഘത്തിനകത്ത് ഒരിടം ലഭിച്ചു എന്നുള്ളത് ഭാഗ്യകരമായ അവസ്ഥയാണ്. അപ്പോൾ ദൈവം നമ്മെ നിത്യ തേജസ്സിനായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. ആട്ടെ, എന്താണ് ഈ നിത്യ തേജസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നിത്യ തേജസ് എന്നതിൻ്റെ അർത്ഥം എന്താണ്? ഈ തേജസ് എന്ന് പറയുന്നതിന് പല അർത്ഥങ്ങൾ തിരുവെഴുത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു അർത്ഥം പ്രകാശം അല്ലെങ്കിൽ വെളിച്ചം എന്ന അർത്ഥമാണ്. അതുകൊണ്ടാണല്ലോ കൊരിന്ത്യ ലേഖനത്തിൽ
പൗലോസ് പറയുന്നുണ്ട്, സൂര്യൻ്റെ തേജസ് വേറെ, ചന്ദ്രൻ്റെ തേജസ് വേറെ. അപ്പോൾ പ്രകാശം എന്ന നിലയിൽ, വെളിച്ചം എന്ന നിലയിൽ തേജസ്സിന് അർത്ഥം കൊടുത്തിരിക്കുന്നു. രണ്ടാമതായി നമ്മൾ നോക്കിയാൽ സമാഗമന കൂടാരത്തിൽ, പഴയ നിയമത്തിൽ സമാഗമന കൂടാരത്തിൽ ദൈവത്തിൻ്റെ തേജസ് നിറയുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൈവത്തിൻ്റെ തേജസ് എന്ത് ചെയ്യുന്നു? നിറയുന്നതായി കാണാൻ കഴിയുന്നു. അപ്പോൾ തേജസ് ദൈവ സാന്നിധ്യത്തെയാണ് കാണിക്കുന്നത്. അപ്പോൾ ദൈവ സാന്നിധ്യം എന്ന അർത്ഥത്തിൽ തേജസ്സിനെ നമുക്ക് കാണാൻ കഴിയുന്നു. കൂടാതെ സുവിശേഷങ്ങൾ നാം പരിശോധിച്ചാൽ യേശുക്രിസ്തു തൻ്റെ തേജസ്, തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതായി കാണുന്നു. അതെന്താണ്? യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തെയാണ് കാണിക്കുന്നത്. അപ്പോൾ പ്രകാശമെന്ന നിലയിലും സാന്നിധ്യമെന്ന നിലയിലും സ്വഭാവമെന്ന നിലയിലുമൊക്കെയായി തേജസ്സിനെ തിരുവെടുത്ത് വിവിധ അർത്ഥതലങ്ങളിലൂടെ വ്യക്തമാക്കുന്നു. പത്രോസ് ഇവിടെ പറയുന്നു, ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുകയാണ്. നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അവൻ്റെ സന്നിധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും എന്നുള്ളതാണ്. സ്തോത്രം. അവൻ്റെ സ്വഭാവത്തിൽ നാം പങ്കാളികളായി തീരുവാൻ നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടവരാണ്. അവൻ്റെ പ്രകാശത്തിൽ നാം നിത്യമായി ജീവിപ്പാൻ നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടവരാണ്. നാം ഇപ്പോൾ അങ്ങോട്ടുള്ള യാത്രയിലാണ് ആയിരിക്കുന്നത്. പൗലോസ് ഇങ്ങനെയാണ് പറഞ്ഞത്, നാം തേജസ്സിൽ നിന്നും തേജസ്സിലേക്ക് യാത്ര ചെയ്യുകയാണ്. നാം തേജസ്സിൽ നിന്നും തേജസ്സിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്താ അതിൻ്റെ അർത്ഥം? ഒരളവിലുള്ള തേജസ് ഇപ്പം നമുക്കുണ്ട്, എന്നാൽ നാം കൂടുതൽ തേജസ്സിലേക്ക് നാം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഫൈനലി അതിൻ്റെ ഒടുവിൽ നാം അവനെ കാണും. നാം അവനെ പോലെ ആയിത്തീരും. നാം നിത്യം അവനോടുകൂടെ ആയിരിക്കും. സ്തോത്രം. ഇവിടെ പത്രോസ് തൻ്റെ ലേഖനത്തിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ നിത്യ തേജസ്സിനായി നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ നാളിനെ നോക്കിക്കൊണ്ടിരിക്കുക, ആ നാളിലേക്ക് നാം യാത്ര ചെയ്തുകൊണ്ടിരിക്കുക എന്ന ആശയമാണ് പത്രോസ് ഇവിടെ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഇന്ന് ഈ വചനം കേൾക്കുന്ന നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ട വിഷയം, നാം ആ നിത്യ തേജസ് പ്രാപിക്കാനുള്ള യാത്രയിലാണെന്നുള്ളതാണ്. ഇതെത്ര മാത്രം നിങ്ങളുടെ അകത്ത് കയറുമെന്ന് എനിക്കറിയില്ല. കാര്യം നമ്മുടെ ചുറ്റും നമ്മൾ കൂടുതൽ കേൾക്കുന്ന പ്രഭാഷണങ്ങൾ മെറ്റീരിയലായിട്ടുള്ള ഭൗതികമായ വിഷയങ്ങളെക്കുറിച്ചുള്ള ബന്ധപ്പെട്ടുള്ള വിടുതലുകളെക്കുറിച്ചുമൊക്കെ ആയതുകൊണ്ട് ആളുകൾക്ക് ഇത് വലിയ താല്പര്യം ഉണ്ടാകണമെന്നില്ല. പക്ഷേ ഞാനൊരു പരമാർത്ഥമായ വിഷയമാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. നാം ആ നിത്യ തേജസ് പ്രാപിക്കാനുള്ള യാത്രയിലാണ്. ഞാൻ പറയാൻ പോകുന്ന കാര്യം വളരെ ശ്രദ്ധിക്കണം. ആ നിത്യ തേജസ് പ്രാപിക്കുവാനുള്ള ആ യാത്രയിൽ നമുക്കാവശ്യമായിരിക്കുന്ന അതിപ്രധാനപ്പെട്ട 3 നിർദ്ദേശങ്ങൾ പത്രോസ് ഇവിടെ വ്യക്തമാക്കുന്നു. ആ യാത്രയിലാണ് നമ്മൾ, നിത്യ തേജസ് പ്രാപിക്കാനുള്ള ആ യാത്രയിലാണ്. അതിനാണ് നമ്മെ വിളിച്ചത്. ആ യാത്രയിൽ നമുക്ക് വളരെ അത്യാവശ്യമായിരിക്കുന്ന 3 നിർദ്ദേശങ്ങളാണ് ഇവിടെ പത്രോസ് വ്യക്തമാക്കുന്നത്. ഞാനതിനെ 1, 2, 3 എന്ന് ടൈറ്റിൽ ക്രമത്തിലൊന്ന് പറയുകയാണ്.
ഒന്ന്, ഈ യാത്രയിലെ അപകടം എന്താണെന്ന് പത്രോസ് അറിയിക്കുന്നു. ഈ നിത്യ തേജസ് പ്രാപിക്കാനുള്ള യാത്രയിൽ ചില അപകടങ്ങൾ വഴിയിലുണ്ട്. അതെന്താണെന്ന് ഒന്നാമതായി പത്രോസ് പറയുന്നു. രണ്ട്, ഈ യാത്രയിൽ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പത്രോസ് വ്യക്തമായി അറിയിക്കുന്നു. ചുമ്മാ അങ്ങ് യാത്ര ചെയ്താൽ പോരാ, ഫൈനലി നമ്മൾ ആ ഡെസ്റ്റിനേഷനിൽ ആ തേജസ് പ്രാപിക്കണമെങ്കിൽ ആ യാത്രയിൽ പോകുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. മൂന്ന്, ഈ യാത്രയിലുള്ള ചില വാഗ്ദത്തങ്ങൾ ഈ യാത്ര ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന ചില വാഗ്ദത്തങ്ങളെക്കുറിച്ചും പത്രോസ് വ്യക്തമാക്കുന്നു. ഈ മൂന്ന് നിർദ്ദേശങ്ങളാണ് 1 പത്രോസ് 5-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവ് പത്രോസിലൂടെ ആലേഖനം ചെയ്തിരിക്കുന്നത്. നമുക്ക് ഓരോന്നായിട്ടൊന്ന് വിശദീകരിക്കാൻ സമയമില്ല, വേഗം ഓരോന്നായി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒന്ന്, ഈ നിത്യ തേജസ്സിനായിട്ടുള്ള യാത്രയിൽ വഴിയിലിരിക്കുന്ന ചില അപകടം, അതെന്താണെന്ന് പത്രോസ് വ്യക്തമാക്കുന്നു. എന്താണ് ആ അപകടം? 8-ാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ആ അപകടത്തെക്കുറിച്ച് പത്രോസ് പറയുന്നു. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹമെന്ന പോലെ ആരെ വിഴുങ്ങേണ്ടുന്നു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. നീ ആ നിത്യ തേജസ് പ്രാപിക്കാതിരിക്കാൻ വഴിയിൽ ഒരു പ്രതിയോഗി നിൽക്കുന്നു. നിത്യ തേജസ്സിലേക്ക് യാത്ര ചെയ്യുന്ന, അത് പ്രാപിക്കാനുള്ള യാത്രയിൽ നിന്നെ ആ ഡെസ്റ്റിനേഷനിൽ എത്തിക്കാതിരിക്കാൻ വഴിയിലൊരു പ്രതിയോഗി നിൽക്കുന്നു. ശക്തനായൊരു പ്രതിയോഗിയാണ് അവൻ. അലറുന്ന സിംഹത്തെ പോലെ അവൻ ആരെ വിഴുങ്ങേണ്ടുന്നു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുകയാണ്. ആ പ്രതിയോഗി പിശാചാണെന്ന് പത്രോസ് വ്യക്തമാക്കുന്നു. ഇതാണ് ഇവിടുത്തെ അപകടം. ഈ തേജസ്സിൻ്റെ, ഈ നിത്യ തേജസ് പ്രാപിക്കാനുള്ള യാത്രയിൽ വഴിയിൽ നിൽക്കുന്ന അപകടം. ഇതൊരു സാധാരണ അപകടമല്ല, ശക്തമേറിയ അപകടം തന്നെയാണ്. അപ്പോൾ ഈ യാത്രയിൽ ഈ അപകടം പതിയിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം നിസ്സാരമായി കാണാതെ വളരെ ശ്രദ്ധയോടുകൂടെ ആയിരിക്കണമെന്ന് ദൈവാത്മാവ് വളരെ വ്യക്തമാക്കുന്നു. എന്താണ് അവൻ വഴിയിൽ ഇരുന്നു കൊണ്ട് അവൻ എന്താണ് ശ്രമിക്കുന്നത്? ആരെ വിഴുങ്ങേണ്ടുന്നു എന്നവൻ തിരഞ്ഞു ചുറ്റി നടക്കുക, വിഴുങ്ങാൻ നോക്കി നിൽക്കുക. ഈ ഭാഗം പറയുമ്പോൾ എനിക്ക് വെളിപ്പാട് പുസ്തകത്തിലെ ഒരു രംഗമാണ് ഓർമ്മ വരുന്നത്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം ആരംഭം മുതൽ നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ സൂര്യനെ അണിഞ്ഞു നിൽക്കുന്ന ഒരു സ്ത്രീയെ കാണാം. സൂര്യനെ അണിഞ്ഞു നിൽക്കുന്ന ഒരു സ്ത്രീ. ആ സ്ത്രീയുടെ പ്രസവകാലം അടുത്തിരിക്കുന്നു. ആ സ്ത്രീയുടെ പ്രസവകാലം അടുത്തിരിക്കുന്നു. എന്നാൽ അവൾ പ്രസവിക്കുന്നത് നോക്കി നിൽക്കുകയാണ് ഒരു മഹാസർപ്പം. അവൾ പ്രസവിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക മഹാസർപ്പം. സ്തോത്രം. എന്തിനാ നോക്കി നിൽക്കുന്നത്? അവൾ ജന്മം കൊടുക്കുന്ന ആ പുത്രനെ വിഴുങ്ങുവാൻ മഹാസർപ്പം നോക്കി നിൽക്കുകയാണ്. സ്തോത്രം. ഈ സൂര്യനെ അണിഞ്ഞു നിൽക്കുന്ന സ്ത്രീ ആരാണ്? അത് ഇസ്രായേലിൻ്റെ ചിത്രമാണ്.
അവൾ പ്രസവിക്കുന്ന കുട്ടി കർത്താവായ യേശു ക്രിസ്തുവാണ്. സർപ്പം വിഴുങ്ങുവാൻ നോക്കി നിൽക്കുകയാണ്. പക്ഷേ സർപ്പം മാക്സിമം ശ്രമിച്ചിട്ടും ആ കുട്ടിയെ വിഴുങ്ങാൻ പറ്റിയില്ല. അതെന്താ കാര്യം? കുട്ടി ജനിച്ച ആ സെക്കൻഡിൽ ആ മഹാസർപ്പത്തിന് തൊടാൻ കഴിയാത്ത ലെവലിൽ ആ കുട്ടി സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. സ്തോത്രം. ആ സ്ത്രീ അവിടെ നിന്ന് ഓടി മരുഭൂമിയിലേക്ക് പോകുന്നു. അവൾക്ക് പാർക്കുവാൻ സേഫായൊരു പ്ലേസ് ദൈവം ഒരുക്കുകയാണ്. പിശാച് ഇസ്രായേലിനെ നശിപ്പിക്കാൻ നോക്കുന്ന രംഗമാണ് അവിടെ കാണുന്നത്. അവൻ ആഗ്രഹിച്ചത് എന്താണ്? അവൻ ആഗ്രഹിച്ചത് ആ കുട്ടിയെ വിഴുങ്ങാനാണ് ആഗ്രഹിച്ചത്. പക്ഷേ ആ കുട്ടിയെ അവന് വിഴുങ്ങാൻ കഴിയാതെ വന്നപ്പോൾ ആ കുട്ടിയെ വിഴുങ്ങുവാൻ വളരെ താല്പര്യത്തോടെയാണ് അവൻ വന്നത്. പക്ഷേ വിഴുങ്ങുന്നതിന് മുമ്പ് ദൈവം ആ കുട്ടിയെ സ്വർഗത്തിലേക്ക് എടുത്തു. ഒരു കാര്യം വ്യക്തമാണ്, അവൻ്റെ ആഗ്രഹം കുട്ടിയെ വിഴുങ്ങാനായിരുന്നു, പറ്റിയില്ല. ഇന്ന് അതുകൊണ്ട് അവൻ എന്താ ചെയ്യുന്നതെന്നറിയാമോ? ദൈവജനത്തെ അവൻ നശിപ്പിക്കാൻ നോക്കുകയാണ്. കുട്ടിയെ കിട്ടിയില്ലല്ലോ, കുട്ടിയെടുക്കപ്പെട്ടു. എന്നാൽ ഇന്ന് ആ ദൈവജനത്തെ നശിപ്പിക്കാൻ വേണ്ടി നോക്കുകയാണ്. ഇന്ന് നമ്മുടെ കർത്താവ് സ്വർഗത്തിലാണ്. അവനെ തൊടാൻ ആർക്കും കഴിയുകയില്ല. എന്ന് പറഞ്ഞാൽ സഭയുടെ തലയാണ് ഇന്ന് കർത്താവ്. തല ഇന്ന് സ്വർഗത്തിൽ ഇരിക്കുക, ശരീരമാണ് ഭൂമിയിലുള്ളത്. തലയെ തൊടാൻ കഴിയാത്തത് കൊണ്ട് അവൻ ശരീരത്തെ ഉപദ്രവിക്കുവാൻ വേണ്ടി പല രീതിയിലും അവൻ ശ്രമിക്കുന്നുണ്ട്. ആ ശരീരമാകുന്ന നമ്മെ ഓരോരുത്തരെയും വിഴുങ്ങുവാൻ അവൻ നമ്മുടെ പുറകെ ഓരോ സെക്കൻഡിലും ചലിക്കുന്നുണ്ട്. സ്തോത്രം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് അലസതയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു യാത്രയല്ല. നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ യാത്ര വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ടാണ് 2 കൊരിന്ത്യ ലേഖനം 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നത്, സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, നാം അവൻ്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ലല്ലോ. സ്തോത്രം. എന്താണ് നാം അവൻ്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ലല്ലോ എന്ന് പറയാൻ കാര്യം? ദൈവത്തിൻ്റെ വചനത്തിൽ എങ്ങനെ സാത്താൻ പ്രവർത്തിക്കുമെന്നും ഏദേൻ തോട്ടം മുതൽ അവൻ ഏതൊക്കെ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്, അവൻ ഏതൊക്കെ തടസ്സങ്ങൾ സൃഷ്ടിക്കും എന്നൊക്കെ വളരെ വ്യക്തമായി തിരുവെഴുത്ത് എഴുതി വച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നമുക്ക് അവൻ്റെ തന്ത്രങ്ങളെ നമ്മൾ അറിയാത്തവരല്ലല്ലോ, നമുക്കതറിയാം. സ്തോത്രം. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ അപകടം ശ്രദ്ധിക്കണമെന്ന് പറയാൻ കാര്യം? നിത്യ തേജസ്സിലേക്കുള്ള യാത്രയിലുള്ള ഈ അപകടത്തെ നിങ്ങൾ മെൻഷൻ ചെയ്യണം, ശ്രദ്ധിക്കണമെന്ന് പറയാൻ കാര്യം, നിൻ്റെ നിത്യ തേജസ്സിലേക്കുള്ള ആ യാത്രയിൽ ചില തടസ്സങ്ങൾ ഈ പിശാച് സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട്. സാധ്യത എന്നല്ല, അവൻ സൃഷ്ടിക്കും. സ്തോത്രം. വേദപുസ്തകം വായിച്ചാൽ അതിപ്രധാനപ്പെട്ട 5 തടസ്സങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്താം. 5 അല്ല, അതിലധികമുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു അതിപ്രധാനപ്പെട്ട 5 തടസ്സങ്ങൾ നിത്യ തേജസ്സിലേക്കുള്ള യാത്രയിൽ പിശാച് വരുത്തി വെക്കാൻ സാധ്യതയുള്ള, ആ യാത്രയിൽ സൃഷ്ടിക്കാൻ സാധ്യതയുള്ള 5 തടസ്സങ്ങൾ. 1, അവൻ സംശയം ജനിപ്പിക്കും. ദൈവത്തോടും ദൈവവചനത്തോടും സംബന്ധമായി നമ്മുടെ ഉള്ളിൽ
ചില സംശയങ്ങൾ ജനിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അതവൻ വരുത്തി വെക്കുന്ന ഒരു വലിയ തടസ്സമാണ്. ദൈവത്തോടും ദൈവജനത്തോടും ദൈവവചനത്തോടുമൊക്കെ ബന്ധപ്പെട്ട്, ദൈവജനത്തിൻ്റെ ഉള്ളിൽ ദൈവത്തോടും ദൈവവചനത്തോടുമൊക്കെയായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ അവൻ വരുത്താൻ സാധ്യതയുണ്ട്. ഏതേൻ തോട്ടത്തിൽ അവൻ അതല്ലേ ചെയ്തത്? എന്താ ഹൗവയോട് ചോദിച്ചത്? അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടോ? നിശ്ചയമായും നിങ്ങൾ മരിക്കുമോ? സ്തോത്രം. ചില സംശയങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇത് തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലാകും, ദൈവം പറഞ്ഞ പോലല്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞ് ഹൗവയുടെ ഉള്ളിൽ ഒരു സംശയത്തിൻ്റെ വിത്ത് പാകി അതിലവൻ വിജയിക്കുകയും ചെയ്തു. ഇന്ന് ഒത്തിരി സംശയങ്ങൾ പലരുടെ അകത്ത് കിടക്കുക. പലരെയും അത് യുക്തിവാദികളും നിരീശ്വരവാദികളും ഒക്കെ ആക്കി മാറ്റുന്നു. ആ ദൈവത്തോടും ദൈവവചനത്തോടും സംബന്ധമായിട്ടുള്ള സംശയങ്ങൾ അകത്ത് അവൻ പാകിക്കഴിയുമ്പോൾ ദൈവത്തിങ്കിലേക്ക് എടുക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ 13-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ, 13-ാം അധ്യായത്തിൽ 9-ാം വാക്യം, വിവിധവും അന്യവുമായ ഉപദേശങ്ങളാൽ ആരും നിങ്ങളെ വലിച്ചു കൊണ്ടുപോകരുത്. ആചരിച്ചു പോന്നവർക്ക് പ്രയോജനമില്ലാത്ത ഭോജന നിയമങ്ങളാലല്ല, കൃപയാൽ തന്നെ ഹൃദയമുറപ്പിക്കുന്നത് നല്ലത്. എന്താ അവിടെ പറയുന്നത്? വിവിധവും അന്യവുമായ ഉപദേശങ്ങളാൽ ആരും നിങ്ങളെ വലിച്ചു കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. സംശയം ഉളവാക്കുവാൻ സാധ്യതയുള്ള തെറ്റായ ഉപദേശങ്ങളാൽ നിങ്ങളെ ആരും വലിച്ചുകൊണ്ട് പോകരുത് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? തെറ്റായ ഉപദേശങ്ങളുടെ എല്ലാം പുറകിൽ പിശാചിൻ്റെ ചലനമാണുള്ളത്. അതുകൊണ്ടാണല്ലോ പൗലോസ് തിമത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ 1 തിമത്തിയോസിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ഭൂതങ്ങളുടെ ഉപദേശം എന്നാണ് പറയുന്നത്. അപ്പോൾ തെറ്റായ ഉപദേശങ്ങളുടെ എല്ലാം പുറകിൽ ഭൂതങ്ങളുണ്ട്, പിശാചുണ്ട്. നമ്മുടെ ചുറ്റും ഇന്ന് കൾട്ടുകൾക്ക് യാതൊരു വിധമായിട്ടുള്ള കുറവുമില്ല. ഇഷ്ടം പോലെയാണ് ദുരുപദേശങ്ങൾ, ഇഷ്ടം പോലെയാണ് തെറ്റായ ഉപദേശങ്ങൾ. ഇതിൻ്റെ എല്ലാം പുറകിൽ പ്രവർത്തിക്കുന്നത്, അതിനുവേണ്ടി ഓരോരുത്തർ ഉപയോഗിക്കുന്നത് പിശാചാണ്. സ്തോത്രം. നിത്യ തേജസ്സിലേക്കുള്ള യാത്രയിൽ നിൻ്റെ ആ യാത്രയെ തടയാൻ അവൻ സംശയങ്ങൾ അകത്തു കൊണ്ടുവന്ന് പാകും. സ്തോത്രം. ഒരു കാര്യം വളരെ വ്യക്തമായി പറയാം, അതിനെ ജയിക്കുന്നവർക്കാണ് ഫൈനലി ആ നിത്യ തേജസ് എന്ന ഡെസ്റ്റിനേഷനിലെത്താൻ കഴിയുന്നത്. രണ്ടാമത്, ഈ യാത്രയിൽ അവൻ സൃഷ്ടിക്കുന്ന രണ്ടാമത്തെ തടസ്സം, അവൻ ഭയം സൃഷ്ടിക്കും, അവൻ ഭയം ജനിപ്പിക്കും. 1 കൊരിന്ത്യർ ലേഖനത്തിൽ തന്നെ 15-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് ഉയർപ്പിൻ സാക്ഷികളെ വരച്ചു കാണിക്കുകയാണ്. ഉയർപ്പിൻ സാക്ഷികളെ, യേശുക്രിസ്തു ഉയർത്തതിൻ്റെ സാക്ഷികളെ വരച്ച് കാണിക്കുകയാണ്. പത്രോസിൻ്റെ പേരും യാക്കോബിൻ്റെ പേരുമൊക്കെ ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. സ്തോത്രം. അപ്പോൾ ഈ ഉയർപ്പിൻ സാക്ഷികളെ കുറിച്ച് പറഞ്ഞിട്ട് പൗലോസ് പറയാണ്, എല്ലാവർക്കും ഒടുവിൽ അകാലപ്രജ പോലെ എനിക്കും പ്രത്യക്ഷനായി. ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലോ, ദൈവസഭയെ ഉപദ്രവിച്ചതിനാൽ അപ്പോസ്തലൻ എന്ന പേരിന് ഞാൻ യോഗ്യനുമല്ല.
എങ്കിലും ഞാനാകുന്നത് കൃപയാലാകുന്നു. ഈ ഭാഗം വായിച്ചപ്പോൾ എനിക്ക് ആദ്യം തോന്നിയത് 6-ാം വാക്യത്തിൽ 500-ലധികം ശിഷ്യന്മാർക്ക് അല്ലെങ്കിൽ സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. അവരിൽ ചിലർ ജീവനോടിരിക്കുന്നു, ചിലർ നിദ്ര പ്രാപിച്ചെന്നൊക്കെ പറഞ്ഞെങ്കിലും ആദ്യം താൻ പറയേണ്ടത് തൻ്റെ പേരാണ് പറയേണ്ടത്. തനിക്കും പ്രത്യക്ഷനായെന്നാണ് പറയേണ്ടത്. അതാദ്യം പറയാൻ തനിക്കൊരു ഭയം. കാര്യം, ഞാൻ സഭയെ പണ്ട് ഉപദ്രവിച്ച ആളല്ലേ? അപ്പോസ്തലൻ എന്ന പേരിന് ഞാൻ യോഗ്യനാണോ? അതുകൊണ്ട് ഭീതി. അതിനെക്കുറിച്ച് പല വേദചിന്തകന്മാർ പറയുന്നത് പൗലോസ് അത് പറയാൻ ഭയപ്പെട്ടു എന്നാണ്. അതുകൊണ്ടാണ് 500-ലധികം പേർക്ക് പ്രത്യക്ഷമായ കാര്യവും പിന്നീട് യാക്കോബിന് പ്രത്യക്ഷനായതും അപ്പോസ്തലന്മാർക്ക് എല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം പറയുന്നത് അകാലപ്രജ പോലെ എനിക്കും പ്രത്യക്ഷനായി. ഒരു ഭയം. മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പിശാച് ഇന്ന് ജനിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഭയമാണ്. നിൻ്റെ അകത്തെ കഴിവ്, താലന്ത്, എബിലിറ്റി ഇതൊന്നും വേണ്ട പോലെ ശോഭിക്കാൻ കഴിയാതെ, മനസ്സിൽ പലതും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിട്ടും സ്റ്റെപ്പ് വെക്കാൻ കഴിയാതെ നിന്നെ ഭയപ്പെടുത്തി ഒതുക്കാൻ ശത്രു ശ്രമിക്കും. അതുകൊണ്ടാണല്ലോ ബൈബിളിൽ 365 പ്രാവശ്യമാണ് ഭയപ്പെടേണ്ട എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ ദിവസം ഓരോന്നിൽ ആശ്രയിച്ചാൽ മതി, ഭയപ്പെടേണ്ട എന്നുള്ള ഓരോന്നിൽ. സ്തോത്രം. 365 പ്രാവശ്യമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ 15-ാം അധ്യായം 1-ാം വാക്യത്തിലാണ് ആദ്യമായി എനിക്ക് തോന്നുന്നു ഭയപ്പെടേണ്ട എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് അബ്രഹാമുമായി ബന്ധപ്പെട്ട് കാണുന്നത്. അബ്രഹാം ഭയപ്പെട്ടിരുന്നത് കൊണ്ടായിരിക്കാം. എന്താ 14-ാം അധ്യായം അവസാനിക്കുമ്പോൾ കാണുന്നത് 4 രാജാക്കന്മാരും 5 രാജാക്കന്മാരും തമ്മിലുള്ള യുദ്ധമാണ്. അതിൽ 5 രാജാക്കന്മാരെ പരാജയപ്പെടുത്തി 4 രാജാക്കന്മാർ കുറച്ചാളുകളെ അടിമകളായി പിടിച്ചുകൊണ്ടുപോയ കൂട്ടത്തിൽ സഹോദരപുത്രൻ ലോത്തും കുടുംബവും പെട്ടു. അബ്രഹാം പോയി അവരെ തോൽപ്പിച്ച് 4 രാജാക്കന്മാരെ തോൽപ്പിച്ച് അത് ലോത്തിനെയും കുടുംബത്തെയും റിലീസ് ചെയ്ത് പുറത്തു കൊണ്ടുവന്നു. പക്ഷേ പിറ്റേ പ്രഭാതത്തിൽ കിഴക്കേ ചക്രവാളത്തിൽ സൂര്യൻ ഉദിക്കുമ്പോൾ അബ്രഹാമിൻ്റെ അടുക്കൽ വന്ന് ദൈവം പറയാണ്, അബ്രഹാമേ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ പരിചയം അതിമഹത്തായ പ്രതിഫലവുമാവുന്നു. കാരണം അബ്രഹാം ഭയം നിരിക്കുക. തൻ്റെ വീട്ടിലെ അഭ്യാസികളുമായി പോയി അവരെ ജയിച്ചു, ലോത്തിനെ തിരിച്ചു കൊണ്ടുവന്നുള്ള ശരിയാണ്. പക്ഷേ അവർ ഇനിയും തൻ്റെ പിന്നാലെ വരുമോ? അവർ വീണ്ടും വന്ന് തനിക്കെതിരെ യുദ്ധം ചെയ്യുമോ? പിടിച്ചുകൊണ്ടു പോകും. പല ഭയം തൻ്റെ അകത്തിരിക്കുകയാണ്. സ്തോത്രം. ആ സമയത്താണ് അബ്രഹാമിൻ്റെ അടുക്കൽ വന്ന് ദൈവം പറയുന്നത്, അബ്രഹാമെ ഭയപ്പെടേണ്ട, ഒരുത്തരും തൊടാൻ കഴിയാത്ത രീതിയിൽ ഞാൻ നിനക്ക് ചുറ്റും ഞാൻ പരിചയമായി നിൽക്കുകയാണ്. സ്തോത്രം. ഇന്ന് രാവിലെ സമയം നിത്യ തേജസ്സിലേക്കുള്ള യാത്രയിൽ നിന്നെ ഭയപ്പെടുത്തി ഒതുക്കാൻ നോക്കുന്ന ആ അലറുന്ന സിംഹം പോലെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്ന പ്രതിയോഗിയുടെ ശക്തികളെ ആത്മമണ്ഡലത്തിൽ വെട്ടി ജയിക്കാൻ ഈ രാവിലെ കൃപ ലഭിച്ചവരുണ്ടെങ്കിൽ നീ നിൻ്റെ ഡെസ്റ്റിനേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. മൂന്നാമതായി, ഈ നിത്യ തേജസ്സിലേക്കുള്ള യാത്രയിൽ തടസ്സം സൃഷ്ടിക്കുവാൻ ശത്രു ഒരുക്കുന്ന മൂന്നാമത്തെ തന്ത്രം ഇടർച്ചകൾ ജനിപ്പിക്കുക എന്നുള്ളതാണ്. ഇടർച്ചകൾ ജനിപ്പിക്കുന്നു. കൊലോസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ 4-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ പൗലോസ്ലീഹ പറയുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ. എന്ത് വിഷയത്തിലാണ് ഇവിടെ പൗലോസ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്? അനുദിനം ഓരോ ദിവസവും നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് വരുന്ന ഇടർച്ചകളെ ഓർപ്പിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇവിടെ പൗലോസ് ഓർമ്മപ്പെടുത്തുന്നത്. എന്ന് പറഞ്ഞാൽ നാം ഉത്തരം പറയേണ്ടി വരുന്ന അനേക സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. വിശ്വാസികളിൽ നിന്നും അവിശ്വാസികളിൽ നിന്നുമൊക്കെയായി വിവിധ രീതിയിലുള്ള ഇടർച്ചകൾ നമുക്കുണ്ടാകും. ഈ ഇടർച്ചകൾ വരുമ്പം നാമും അതേ രീതിയിൽ പ്രതികരിക്കാതെ ഈ ഇടർച്ചയുമായി വരുന്ന വിശ്വാസികളോടും അവിശ്വാസികളോടും നാം എങ്ങനെയാണ് നാം ഏർപ്പെടേണ്ടത് എന്ന് പൗലോസ് വ്യക്തമാക്കുന്നു. എങ്ങനെയാണ് ഏർപ്പെടേണ്ടത്? കൃപയോട് കൂടിയുള്ള വാക്കുകളിലായിരിക്കണം
നാം ഓരോരുത്തരും ഉത്തരം പറയേണ്ടത്. പ്രിയരെ, ഈ ഇടർച്ചകൾ പിശാചിനാൽ വരുന്നതാണ്. ഇടർച്ചകൾ വരുത്തുവാൻ പിശാച് മനുഷ്യനെ ഓരോ ദിവസവും ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുമ്പോൾ നിത്യ തേജസ്സിലേക്കുള്ള നിൻ്റെ യാത്രയിൽ ഇടർച്ചകൾ വരുത്തി നിൻ്റെ യാത്രയെ ഡിലേ ആക്കുന്ന, അതിനെ സ്ലോലിയാക്കാൻ ശ്രമിക്കുന്ന ആ പ്രതിയോഗിയായ പിശാചിൻ്റെ തന്ത്രങ്ങളെ ജയിപ്പാൻ കൃപയോടുകൂടിയുള്ള വാക്കുകളിലൂടെ ഉത്തരം പറയുവാൻ നീ പ്രാപ്തനായിരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുന്നു. 4, ഈ നിത്യ തേജസ്സിലേക്കുള്ള യാത്രയിൽ പ്രതിയോഗിയായ പിശാച് വരുത്തുന്ന 4ാമത്തെ തടസ്സം അവൻ കഷ്ടത ജനിപ്പിക്കുന്നു എന്നുള്ളതാണ്. സംശയം ജനിപ്പിക്കുന്നു, ഭയം ജനിപ്പിക്കുന്നു, ഇടർച്ച ജനിപ്പിക്കുന്നു, കഷ്ടത ജനിപ്പിക്കുന്നു. നമുക്കറിയാവുന്ന ഭാഗമാണ് 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് സുപരിചിതമായ ഭാഗമാണ്. അവിടെ പൗലോസിൻ്റെ ഒരു അനുഭവമാണ് പറയുന്നത്. ഇവിടെ പൗലോസിനെ കുത്തുവാൻ, അല്ലെങ്കിൽ പൗലോസിൻ്റെ ശരീരത്തിലൊരു കഷ്ടം വരുത്തുവാൻ, പൗലോസിനെ പീഡിപ്പിക്കാൻ ദൈവം പിശാചിനെ അനുവദിക്കുന്ന ഒരു രംഗമാണ് ഇവിടെ പറയുന്നത്. ആ ശൂലം രോഗമാണെന്ന് വ്യക്തമായിരിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ രോഗമാണെന്നാണ് ചിന്തകന്മാരൊക്കെ പറയുന്നത്. ചില ആളുകൾ പറയുന്നു അത് കണ്ണിനുണ്ടായ എന്തോ രോഗമാണെന്ന് ചില വേദചിന്തകന്മാർ പറയുന്നു. വേറെ ചിലർ പറയുന്നു അത് മൈഗ്രെയിൻ ആണെന്ന് പറയുന്നു. മലയാളത്തിൽ പറഞ്ഞാൽ കുടിഞ്ഞി. എന്താണെന്നുള്ളത് വ്യക്തമായ ബോധ്യം നമുക്ക്, ഇതൊക്കെ ഓരോ ചിന്തകന്മാരുടെ അഭിപ്രായങ്ങളാണ്. എന്താണെന്നുള്ള കാര്യം നമുക്ക് പൗലോസിനെ കാണുമ്പം ചോദിക്കാം. സ്തോത്രം. എന്തായാലും ഇത് വലിയ ശാരീരിക കഷ്ടമാണെന്ന് വ്യക്തമാണ്. സ്തോത്രം. ദൈവം പറഞ്ഞു, പൗലോസ് ഈ കഷ്ടം ഒന്ന് മാറ്റാൻ 2-3 പ്രാവശ്യം 3 പ്രാവശ്യം ദൈവത്തോട് ചോദിച്ചു. ദൈവം പറഞ്ഞു, കഷ്ടം മാറ്റുകയല്ല, കഷ്ടം അവിടെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ആ കഷ്ടം നിൻ്റെ വെളിപ്പാടുകളാൽ നീ നിഗളിക്കാതിരിക്കേണ്ടതിന് വേണ്ടി ഇരിക്കുക. പക്ഷേ ദൈവം പറഞ്ഞു, കഷ്ടത മാറ്റുകയല്ല, കഷ്ടതയെ അതിജീവിക്കാൻ കഴിയുന്ന എൻ്റെ കൃപ ഞാൻ നിൻ്റെ മേൽ പകരും. എൻ്റെ കൃപ നിനക്ക് മതി. എൻ്റെ ശക്തി നിൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാണ്. സ്തോത്രം. 5ാമതായി ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ നിത്യ തേജസ്സിലേക്കുള്ള യാത്രയിൽ പിശാച് വരുത്തുന്ന 5ാമത്തെ തടസ്സം പ്രലോഭനങ്ങൾ ജനിപ്പിക്കുമെന്നുള്ളതാണ്. പ്രലോഭനങ്ങൾ കൊണ്ടുവരും, അല്ലെങ്കിൽ ലോകസ്നേഹം നമ്മൾ ജനിപ്പിക്കും. യാക്കോബിൻ്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ 4-ാം അധ്യായത്തിൽ, യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അവിടെ ലോകസ്നേഹത്തെക്കുറിച്ചാണ് പരാമർശിച്ചിരിക്കുന്നത്. ലോകസ്നേഹത്തെക്കുറിച്ചാണ് പരാമർശിച്ചിരിക്കുന്നത്. ഈ ലോകസ്നേഹം എന്ന് പറയുമ്പോൾ പിശാച് നമ്മെ പ്രലോഭിപ്പിക്കാൻ, പ്രലോഭനത്തിലേക്ക് കൊണ്ടുവരാൻ ലോകസ്നേഹം എന്നുള്ള ആയുധമാണ് സാത്താൻ ഉപയോഗിക്കുന്നത്. ഇന്ന് നമ്മുടെ സഭകളിലേറെയും എനിക്ക് തോന്നുന്നു ഈ വിഷയമാണ് കാണുന്നത്. സഭയ്ക്കകത്ത് ലോകം പ്രവേശിക്കുന്നതായിട്ടാണ് കാണുന്നത്. നമ്മുടെ ഉള്ളിൽ പ്രലോഭനങ്ങൾ ജനിപ്പിക്കാൻ സാത്താൻ ഉപയോഗിക്കുന്ന കടുത്ത ആയുധമാണ് ലോകസ്നേഹം. എന്ന് പറഞ്ഞാൽ കർത്താവിൽ നിന്ന് നമ്മെ ഓരോരുത്തരെയും അകറ്റിക്കളയാൻ പിശാച് ഉപയോഗിക്കുന്ന മാരകയായുധമാണ്. എന്നാൽ യാക്കോബ് ആ ഭാഗത്ത് പറയുന്നുണ്ട്, 4-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങളൊക്കെ വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നു, ഈ പ്രലോഭനത്തെ ജയിക്കാൻ യാക്കോബ് പറയുന്നു, താഴ്മയുണ്ടെങ്കിൽ അവൻ കൃപ നൽകി സഹായിക്കുമെന്നാണ് പറയുന്നത്. ചില പ്രലോഭനങ്ങൾ ജനിപ്പിച്ച്
നിത്യ തേജസ്സിലേക്കുള്ള നിൻ്റെ യാത്രയെ തടയാൻ പിശാച് ശ്രമിക്കുമ്പോൾ നീ താഴ്മയോടിരുന്നാൽ ആ പ്രലോഭനങ്ങളെ ജയിപ്പാനുള്ള കൃപ നൽകി സഹായിപ്പാൻ ദൈവം ശക്തനാണെന്നാണ് ഇവിടെ വളരെ വ്യക്തമാക്കുന്നത്. സ്തോത്രം. അങ്ങനെയെങ്കിൽ നാം മനസ്സിലാക്കേണ്ട പ്രധാന വിഷയം, ഇതൊരു ഗൗരവമുള്ള യാത്രയാണ്. നിത്യ തേജസ്സിനായി വിളിക്കപ്പെട്ടിരിക്കുന്ന നാം ഓരോരുത്തരും ഗൗരവമുള്ളൊരു യാത്രയിലാണ്. ഈ യാത്രയിൽ വലിയ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ അവൻ സംശയം, അവൻ ഭീതിയുമായി ഇടർച്ചകൾ വരുത്തുവാൻ, ലോകസ്നേഹങ്ങളിലൂടെ പ്രലോഭനങ്ങൾ വരുത്തുവാൻ, കഷ്ടതകൾ കൊണ്ടുവരുവാനൊക്കെയായി പിശാച് അടുത്തു വരും. സ്തോത്രം. അതുകൊണ്ട് ഈ യാത്രയെ നിസ്സാരമായി കാണരുത്. ഇനി രണ്ടാമത്തെ പോയിന്റിലേക്ക് നമ്മൾ വരാം. ആദ്യത്തെ നമ്മൾ പത്രോസ് പറഞ്ഞത് നിത്യ തേജസ്സിൻ്റെ യാത്രയിൽ പതിയിരിക്കുന്ന അപകടത്തെക്കുറിച്ചാണ്. ഇനി രണ്ട്, ഈ യാത്രയിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യത്തെക്കുറിച്ചാണ് പത്രോസ് പറയുന്നത്. ഈ യാത്രയിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യം, എന്തുകൊണ്ട് ശ്രദ്ധിക്കണമെന്നുള്ളത് ഒന്നാമത്തെ പോയിൻ്റിൽ നിന്ന് മനസ്സിലാക്കി കാണുമല്ലോ. ഈ യാത്രയിൽ വഴിയിലൊരു അപകടമുണ്ട്. ഒരു പ്രതിയോഗിയായി പിശാച് വിഴുങ്ങുവാൻ ആളുകളെ തിരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ രണ്ട്, ഈ യാത്രയിൽ, നിത്യ തേജസ്സിലേക്കുള്ള യാത്രയിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? 8-9 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, 1 പത്രോസിൻ്റെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ 3 കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു. ശ്രദ്ധിക്കേണ്ട, ഈ യാത്രയിൽ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ. 1, നിർമ്മതരായിരിക്കണം. 2, ഉണർന്നിരിക്കണം. 3, വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്തു നിൽക്കണം. സ്തോത്രം. വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി അവനോട് എതിർത്ത് നിൽക്കണം. ഇത് 3 വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിർമ്മതരായിരിക്കണം. എന്താ അതിൻ്റെ അർത്ഥം? നിർമ്മതരായിരിക്കണം എന്ന് പറഞ്ഞാൽ സ്വയനിയന്ത്രണമുള്ളവരായിരിക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം. സ്വയനിയന്ത്രണമുള്ളവരായിരിക്കണം. 2, ഉണർന്നിരിക്കണം. എന്തായി ഉണർന്നിരിക്കണം എന്നതിൻ്റെ അർത്ഥം? എനിക്ക് തോന്നുന്നു ഈ ഉണർന്നിരിക്കണം എന്നുള്ളത് പറയുമ്പം പത്രോസ് തൻ്റെ പഴയ അനുഭവം ഓർത്തുകൊണ്ടായിരിക്കാം പറഞ്ഞത്. ഏത്? ഗെത്സമനത്തോട്ടത്തിൽ ഉണർന്നിരിക്കാൻ കർത്താവ് പറഞ്ഞ സന്ദർഭങ്ങളിൽ ഉറങ്ങിപ്പോയ പത്രോസും കൂട്ടരും പരീക്ഷയിലകപ്പെട്ട വിഷയം ഓർമ്മയുണ്ടല്ലോ. ആ അനുഭവത്തിൽ നിന്നായിരിക്കാം പത്രോസ് പറയുന്നത്, നിങ്ങൾ നിത്യ തേജസ്സിലേക്കുള്ള യാത്രയിൽ ഉറങ്ങിപ്പോകരുത്. നിങ്ങൾ ഉണർന്നിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ യാത്ര കംപ്ലീറ്റ് ചെയ്യാൻ കഴിയൂ. നിങ്ങൾ ആ ഡെസ്റ്റിനേഷനിൽ എത്തണമെങ്കിൽ നിങ്ങൾ ഉണർന്നിരിക്കണം. ഉണർന്നിരിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കാൻ. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 14-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ഉറങ്ങുന്നവനോട് പൗലോസ് പറയുകയാണ്, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉണരുക. നിത്യ തേജസ്സിലേക്കുള്ള യാത്രയ്ക്കാണ് പലരെയും ദൈവം വിളിച്ചത്. പക്ഷേ പലരും ഉറക്കത്തിലാണ്. ദൈവം പറയാണ്, നിങ്ങൾ ഉറങ്ങുന്നവരോട് ദൈവം പറയാണ്, നിങ്ങൾ ആ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉണർന്നെഴുന്നേൽക്കുക. മരിച്ചവരെന്നിവിടെ പറഞ്ഞിരിക്കുന്നത് ചിലപ്പോൾ അവിശ്വാസികളെക്കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ ലോകമനുഷ്യരെക്കുറിച്ചായിരിക്കാം. അതും അല്ലെങ്കിൽ കൃപയില്ലാതെ മരിച്ചവനെ പോലെ ജീവിക്കുന്ന വിശ്വാസികളെക്കുറിച്ചായിരിക്കാം. മിക്കവാറും അത് തന്നെ ആയിരിക്കും. കൃപയില്ലാതെ മരിച്ചവനെ പോലെ ജീവിക്കുന്ന വിശ്വാസികളെക്കുറിച്ചായിരിക്കാം. പൗലോസ് പറയാണ്, ഉറങ്ങുന്നവരെ നിങ്ങൾ ഇവരുടെ ഇടയിൽ നിന്നൊന്ന് എഴുന്നേൽക്ക്. ഈ മരിച്ചവരുടെ കൂടെ ഉറങ്ങാൻ നല്ല സുഖമാണ്. എന്താ മരിച്ചവരുടെ കൂടെ ഉറങ്ങാൻ
നല്ല സുഖമാണെന്ന് പറയാൻ കാര്യം? അവർ നമ്മളെ ബോധർ ചെയ്യത്തില്ല. മരിച്ചവരുടെ കൂടെ ഉറങ്ങാൻ നല്ലതാണെന്ന് പറയാൻ കാര്യം, ഒന്ന്, മരിച്ചവർ കൂർക്കം വലിക്കുകയില്ല, മരിച്ചവരെ ഉറക്കത്തിൽ തൊഴിക്കുകയില്ല, മരിച്ചവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുളത്തില്ല, അവരവിടെ തന്നെ നിശ്ചലമായി കിടക്കും. മോർച്ചറിക്കകത്താണെങ്കിൽ നല്ല തണുപ്പുമായിരിക്കും. മരിച്ചവരോടെ കിടന്നാൽ നീ അങ്ങോട്ട് മാറിക്കിടക്കുന്നവർ പറയുകയില്ല. പല വിശ്വാസികൾക്കും ഇങ്ങനെയുള്ള ആളുകളുടെ കൂടെ ഇരിക്കാനാണ് ഇഷ്ടം. കംഫോർട്ട്, അവരിലെ കംഫോർട്ട് സോണല്ലേ നോക്കുന്നത്. ഒരു ശല്യമില്ലാത്ത ഈ മരിച്ചവരെ പോലെയുള്ളവരുടെ കൂടെ സഞ്ചരിക്കാനാണ് പലർക്കും ഇഷ്ടം. കർത്താവ് പറയുന്നു, ജീവനില്ലാതെ ജീവിക്കുന്നവരുടെ ഇടയിൽ നിന്ന്, അവരുടെ മധ്യത്തിൽ നിന്ന് നിത്യ തേജസ്സിലേക്ക് യാത്ര ചെയ്യുന്ന നിങ്ങൾ എഴുന്നേറ്റേ മതിയാകൂ, അല്ലെങ്കിൽ നിങ്ങൾ ഒടുവിൽ അവിടെ എത്തുകയില്ല. സ്തോത്രം. 3, പൗലോസ് പറയുന്നു, എതിർത്തു നിൽക്കണം, നിർമ്മതരായിരിക്കണം, ഉണർന്നിരിക്കണം, എതിർത്തു നിൽക്കണം. സ്തോത്രം. എതിർത്തു നിൽക്കണം. തോൽപ്പിക്കണമെന്നല്ല പറഞ്ഞത്, പിശാചിനെ തോൽപ്പിക്കണമെന്നല്ല പറഞ്ഞത്. പിശാചിനെ തോൽപ്പിക്കേണ്ട കാര്യമില്ല, കാരണം ഓൾറെഡി യേശു പിശാചിനെ തോൽപ്പിച്ചതാണ്. നീ ഇനി തോൽപ്പിക്കണ്ട, നീ ഇനി എന്ത് ചെയ്താൽ മതി? എതിർത്തു നിന്നാൽ മതി. സ്തോത്രം. നിനക്ക് എതിർത്ത് നിൽക്കാനുള്ള എല്ലാ ആയുധങ്ങളും, എതിർക്കാൻ ആവശ്യമായ എല്ലാ ആയുധങ്ങളും ഓൾറെഡി കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. ആ ആയുധം ഏതാ? ദൈവവചനമെന്ന ആയുധമാണ്. യേശുക്രിസ്തുവിന് നേരെ പരീക്ഷയുമായി സാത്താൻ ചെന്നപ്പോൾ വചനമെന്ന ആയുധം കൊണ്ട് പിശാചിനെ യേശു എതിർത്തത് നമുക്കൊരു വലിയ മാതൃകയാണ്. അതുകൊണ്ടാണ് അവിടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, വായിച്ചു നോക്കിയേ, 9-ാം വാക്യത്തിൽ, വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പീൻ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് വിശ്വാസത്തിൽ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന വിശ്വാസമല്ല. നിങ്ങളതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ വായിച്ച് നോക്കിയാൽ അവിടെ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ദ ഫെയ്ത്ത് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഹോം റെസിസ്റ്റ് സ്റ്റെഡ് ഫാസ്റ്റ് ഇൻ ദ ഫെയ്ത്ത്. വെറും ഫെയ്ത്ത് എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ദ ഫെയ്ത്ത് എന്നാണ്. ദ ഫെയ്ത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അത് കേവലം ദൈവത്തിലുള്ള ഒരു ആശ്രയത്തെക്കുറിച്ചല്ല അവിടെ പറയുന്നത്. ദ ഫെയ്ത്ത് എന്നുള്ള പരാമർശം അത് ദൈവവചനത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ വചനത്തിൽ സ്ഥിരതയുള്ളവരായി അവനോട് എതിർത്ത് നിൽക്കണം. കുഞ്ഞെ, വചനം ഉള്ളിലില്ലെങ്കിൽ പിശാചിനോട് എതിർത്ത് നിൽക്കാൻ കഴിയില്ല. വചനമകത്തുള്ളവനെ പിശാചിനോട് എതിർത്ത് നിൽക്കാൻ കഴിയൂ. ഈ നിത്യ തേജസ്സിലേക്കുള്ള യാത്രയിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്വയം നിയന്ത്രണത്തിലൂടെ നിർമ്മതരായിരിക്കണം. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉണർന്നെഴുന്നേൽക്കണം. വചനം കൊണ്ട് സ്ഥിരതയോടെ നിന്ന് അവനെ എതിർക്കണം. സ്തോത്രം. 3-ാമത്തെ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഈ നിത്യ തേജസ്സിലേക്കുള്ള യാത്രയിൽ ആ യാത്ര ചെയ്യുന്നവർക്കുള്ള ചില വാക്തത്വങ്ങൾ 10-ാം വാക്യത്തിൽ അത് പത്രോസ് വ്യക്തമാക്കുന്നു. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തൻ്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം. എനിക്ക് ആ പ്രയോഗം ഇഷ്ടപ്പെട്ടു. നമ്മുടെ ദൈവത്തെ വിശേഷിപ്പിച്ചിരിക്കുന്ന പ്രയോഗമാണ് സർവകൃപാലുവായ ദൈവം. സ്തോത്രം. മനസ്സിലായില്ലേ? ഒരു ഭാഗത്ത് പ്രതിയോഗിയായ പിശാച് നിന്ന് നിൻ്റെ ഈ യാത്രയ്ക്ക് പല തടസ്സങ്ങൾ സൃഷ്ടിക്കുമ്പോൾ, മറുഭാഗത്ത് ഈ തടസ്സങ്ങളെല്ലാം അതിജീവിക്കാൻ നിനക്ക് കൃപ പകരുന്ന ഒരു സർവകൃപാലുവായ ദൈവം നിൽക്കുകയാണ്. ആ ദൈവം നിൻ്റെ കൂടെ നിൽക്കുമ്പോൾ നീ എന്തിനെയാണ് ഭയപ്പെടുന്നത്? സ്തോത്രം.
ആ സർവകൃപാലുവായ ദൈവം ഈ തടസ്സങ്ങളെല്ലാം അതിജീവിച്ച് ഈ നിത്യ തേജസ്സിലേക്ക് നിന്നെ നയിക്കുകയാണ്. സ്തോത്രം. ഇവിടെ 3 വാക്കുകളാണ് സർവകൃപാലുവായ ദൈവം നൽകുന്ന 3 കൃപകൾ. അത് 3 വാക്കുകളിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് 3 വാക്തത്വങ്ങളായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 10-ാം വാക്യത്തിൽ അത് വ്യക്തമാണ്. 1, അവൻ യഥാസ്ഥാനപ്പെടുത്തും. നിത്യ തേജസ്സിലേക്കുള്ള യാത്രയിൽ ആയിരിക്കുന്നവർക്കുള്ള 1-ാമത്തെ വാക്തത്വം, അവൻ യഥാസ്ഥാനപ്പെടുത്തും. മേക്ക് യു പെർഫെക്റ്റ്. എനിക്ക് ആ വാക്ക് വളരെ ഇഷ്ടപ്പെട്ടു. യഥാസ്ഥാനപ്പെടുത്തും എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ ചിന്തിക്കാം, ഒരു ഫ്രാക്ചർ ഉണ്ടായാൽ നമ്മൾ ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ ആ ഡോക്ടർ എന്ത് ചെയ്യും? പൊട്ടിയ അസ്ഥികളും ചെതറിയ അസ്ഥികളെല്ലാം എടുത്ത് അതിനെ കൃത്യമായ ഭാഗത്ത് വെച്ച് അതിനെ യഥാസ്ഥാനപ്പെടുത്തും. സ്തോത്രം. എവിടെയെങ്കിലുമൊക്കെ പൊട്ടിച്ചെതറിക്കിടക്കുന്നത് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ യാത്രയ്ക്ക് വലിയ തടസ്സമുണ്ടാക്കും. അതുകൊണ്ട് ദൈവം, സർവകൃപാലുവായ ദൈവം എന്താ ചെയ്യുന്നത്? അസ്ഥാനത്തായിരിക്കുന്നതിനെയൊക്കെ അവൻ സ്ഥാനത്ത് കൊണ്ടുവന്ന് നിന്നെ യഥാസ്ഥാനപ്പെടുത്തും. ഒരു മീൻപിടുത്തക്കാരൻ ഓരോ മീൻപിടുത്തം കഴിയുമ്പോഴും അതിൻ്റെ വല കഴുകും. കണ്ണികൾ പൊട്ടിയെങ്കിൽ പൊട്ടിയതെല്ലാം വീണ്ടും റീകണക്റ്റ് ചെയ്യും. ശേഷം മാത്രമേ അടുത്ത മീൻപിടുത്ത് പോവുള്ളൂ. യഥാസ്ഥാനപ്പെടുത്തും. ദൈവം പറയുന്നു, ഈ യാത്രയിൽ സർവകൃപാലുവായ ദൈവം നിൻ്റെ കൂടെ നിന്ന് പറയുന്നു, ഞാൻ നിന്നെ യഥാസ്ഥാനപ്പെടുത്തും. സ്ഥാനം തെറ്റിക്കാനും അസ്ഥാനത്താക്കാനുമൊക്കെ പിശാച് വഴിയിൽ നിൽക്കുമ്പോൾ നിന്നെ കൃത്യമായ സ്ഥാനത്ത് കൊണ്ടുവന്ന് യഥാസ്ഥാനപ്പെടുത്തുന്നൊരു ദൈവം. 2, അവൻ ഉറപ്പിക്കുന്ന ദൈവമാണ്. സ്റ്റാബ്ലിഷ്. 3, അവൻ ശക്തീകരിക്കുന്ന ദൈവമാണ്. ശക്തീകരിക്കും. സ്ട്രെങ്തൻ. 3-ാമത്തെ വാക്തത്വമാണ് ശക്തീകരിക്കും. ഞാനതിനെക്കുറിച്ചൊന്ന് പഠിച്ചപ്പോൾ മനസ്സിലാക്കിയത്, ശക്തീകരിക്കുക എന്നുള്ളതിന് കൊടുത്തിരിക്കുന്ന ഒരു നിർവചനം, നമ്മെ സിംഹസമാനമായി ബലമുള്ളവരാക്കി തീർക്കുമെന്ന. നമ്മെ സിംഹസമാനമായി ബലമുള്ളവരാക്കി തീർക്കും. അലറുന്ന സിംഹം പോലെ ഒരു ശത്രു വഴിയിൽ നിന്ന് നിന്നെ എതിർക്കുവാൻ നിൽക്കുമ്പോൾ, ആ അലറുന്ന സിംഹം പോലെ നിൽക്കുന്നവനെ എതിർക്കത്തക്ക രീതിയിൽ നിന്നെ സിംഹസമാനമായി ദൈവം നിന്നെ ബലമുള്ളവനാക്കി ശക്തീകരിക്കും. സ്തോത്രം. ഇനി ഒരു കാര്യം കൂടെ പറയാം. ദൈവത്തിൻ്റെ വാക്തത്വം നിത്യ തേജസ്സിലേക്ക് വിളിച്ചു നിന്നെ ആ യാത്രയിലേക്ക് പോകുമ്പോൾ നിനക്ക് ദൈവം തരികയാണ്, ഞാൻ നിന്നെ യഥാസ്ഥാനപ്പെടുത്തും, ഞാൻ നിന്നെ ഉറപ്പിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും. മലയാളം ബൈബിളിലില്ലാത്ത ഒരു കാര്യം കൂടെ ഉണ്ട്. അത് മലയാളം ബൈബിളിലില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഇംഗ്ലീഷ് ബൈബിളിൽ കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് 10-ാം വാക്യം പറയുന്നത് സെറ്റിൽ യു. എന്താ അർത്ഥം? ഞാൻ നിന്നെ യഥാസ്ഥാനപ്പെടുത്തി, ഞാൻ നിന്നെ ഉറപ്പിച്ച്, ഞാൻ നിന്നെ ശക്തീകരിച്ച് നിന്നെ അവസാനം സെറ്റിൽ ചെയ്യും. അവസാനം സെറ്റിൽ ചെയ്യുമെന്ന് പറഞ്ഞാൽ നിന്നെ ഏത് ഡെസ്റ്റിനേഷനിലേക്കാണോ ദൈവം ഉദ്ദേശിച്ചത് ആ ഡെസ്റ്റിനേഷനിൽ നിന്നെ കൊണ്ടുവന്ന് അവൻ സെറ്റിൽ ചെയ്യും. സ്തോത്രം. ഏതാ ഡെസ്റ്റിനേഷൻ? നിത്യ തേജസ്സിൻ്റെ ഡെസ്റ്റിനേഷൻ. യാത്രയുടെ അവസാനം നാം നമ്മുടെ മണവാളനെ കാണും. നാം അവനെ പോലെ ആയിത്തീരും. നാം ആ നിത്യ തേജസ് പ്രാപിക്കും. സെറ്റിൽ യു. ആ ഡെസ്റ്റിനേഷനിലേക്ക് അവനെ എത്തിക്കും. ഇന്ന് പ്രഭാതത്തിൽ ഈ പ്രത്യാശ എത്ര പേരുടെ അകത്തുണ്ട്? ഇന്ന് ഈ പ്രത്യാശയുടെ ബലത്തോടെ നമുക്ക് ഇന്നത്തെ പകൽ ആരംഭിക്കാം. കർത്താവ് അതിനായി നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന ആഹ്വാനത്തോടെ പ്രാർത്ഥനയ്ക്കായി നമുക്ക് തലകൾ വണക്കാം, കണ്ണുകൾ അടയ്ക്കാം. പ്രിയ പിതാവേ, ഞങ്ങൾക്ക് നൽകിയ നല്ല തിരുവെഴുത്തിനായി സ്തോത്രം. ദൈവവചനത്തിലൂടെ ആധികാരികമായി പരിശുദ്ധാത്മാവിടപെട്ട ഓരോ തിരുവെഴുത്തുകളെയും ഞങ്ങൾ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും
അതിന് മുമ്പിൽ സാഷ്ടാംഗം വീഴുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളെ പണിയണമേ, ഞങ്ങളെ സഹായിക്കണം, കൃപയിൽ പൊതിയും. ഈ വചനം ഞങ്ങളുടെ ഉള്ളിൽ വലിയ മുന്നറിയിപ്പുകൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വാക്തത്വങ്ങൾ നൽകി തന്നു. ഞങ്ങളുടെ ദൈവം സർവ്വ കൃപാലുവാണെന്നുള്ളത്, അവൻ ഞങ്ങളെ എത്തിക്കുന്നിടത്ത് എത്തിക്കുമെന്നുള്ളത് ബോധ്യപ്പെടുത്തിയതിനായി സ്തോത്രം. എല്ലാ മഹത്വം കർത്താവിന്. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. ആശീർവാദങ്ങൾ. കർത്താവ് നമ്മുടെ പ്രാർത്ഥനയും യാചനയും കേട്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിതൃപുത്ര പരിശുദ്ധാത്മാകാം ത്രിയേക ദൈവത്തിൻ്റെ കൃപയും സമാധാനങ്ങളും ആശീർവാദങ്ങളും പ്രാർത്ഥിച്ച വിഷയങ്ങളോടും കേട്ട ദൈവവചനത്തോടും പിരിയുന്ന നാം ഓരോരുത്തരോടും, ദൂരത്തും ചാരത്തുമുള്ള എല്ലാ വിശുദ്ധന്മാരോടും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ മേഘപ്രത്യക്ഷത വരെ എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. യേശു ക്രിസ്തു മുഖാന്തരം ജയ നൽകി പിതാവിനെ ശക്തിയോടെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. എല്ലാവർക്കും വന്ദനം, നന്ദി. കർത്താവ്